വളരെ റാഷണലായിട്ടുള്ള സംഭവമാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്തിനകത്ത് റാഷണാലിറ്റി ഉണ്ട്. മനുഷ്യൻ്റെ ബോധത്തിൽ സംഭവിച്ച അപൂർവമായിട്ട് സംഭവിക്കുന്ന ചില അബറേഷൻസ്, ചില പാളിച്ചകളായിട്ട് മാത്രം എണ്ണേണ്ട ഒരു കാര്യത്തിന് മതമുത്തരം കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നൊരു ബാധ്യത ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് വഴുതി മാറുവാനുള്ള നമ്മുടെ ആ ഒരു എല്ലാ കാലത്തിനും സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മനുഷ്യന് എന്തുമാത്രം ഹീനതയിലേക്കും വഴുതി പോകാമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട്, ഭയപ്പെടുത്തുന്ന അടയാളമായിട്ട് വേണം ഇത്തരം ഇൻസിഡൻസിനൊക്കെ നമ്മൾ എടുക്കാനായിട്ട്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. നമ്മുടെ നാട്ടിൽ സംഭവിച്ച തിരഹിതകരമല്ലാത്തൊരു കാര്യം, നരബലി എന്നൊക്കെയാണ് അതിനെ മാധ്യമങ്ങൾ പേരിട്ട് വിളിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലായി അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട വേദികൾ നടക്കുന്നുണ്ട്. അതിലൊന്നിൽ പങ്കെടുക്കാനുള്ളൊരു സാഹചര്യം, അവസരമുണ്ടായി. പ്രശ്നം, അന്ധവിശ്വാസം എന്ന് പറഞ്ഞൊരു വാക്ക് എവിടെ വെച്ചാണ് നമുക്കതിനെ കൃത്യമായിട്ട് വേർതിരിക്കേണ്ടതെന്ന് ഇനിയും ഒരു ധാരണയില്ല. നമ്മൾ ഈ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നൊക്കെ പറയുന്നതായിരിക്കും. കുട്ടികളെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഈ കാലത്ത് ശ്രമിക്കുന്നുണ്ട്. എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്. നമ്മൾ എത്ര കൃത്യമായിട്ടൊരു ഡയഗ്രാം വരച്ചത് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും, അതുമാത്രം ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പോലും, ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഡിസൈഡ് ചെയ്യുന്നതും എന്താണെന്ന് പിടുത്തം കിട്ടുന്നത് രണ്ട് ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ്. അത് ടെക്നിക്കലായൊരു പദമോ സങ്കല്പമോ അല്ല. ഇൻറ്റൻഷൻ എന്താണെന്നും ആ ഇൻറ്റൻഷൻ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുള്ളതുമാണ് പ്രധാനം. ഈ പറഞ്ഞ ഇതേ പ്രശ്നം വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ അന്ധവിശ്വാസം എന്ന് തോന്നുന്നൊരു കാര്യം ഒരാളുടെ വിശ്വാസത്തെ നിലനിർത്താൻ ചിലപ്പോൾ സഹായിച്ചെന്നിരിക്കും. ബുദ്ധപാരമ്പര്യത്തിൽ കേൾക്കുന്നൊരു കഥ കണക്കാണ്. ഒരു അന്ധവിശ്വാസിയായൊരു സൈനാധിപൻ ഉണ്ടെന്ന് പറയുക. അയാൾ എന്തെങ്കിലും ഒരു പടയ്ക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ ഇങ്ങനെ ടോസ് ചെയ്യും, നാണയം ടോസ് ചെയ്യും. എന്നിട്ട് അയാൾ പറയുന്ന, അത് തലയാവാം വാലാവാം, ഹെഡ് ഓർ ടെയിൽ, അതെന്താണെന്ന് നോക്കിയിട്ട് അയാൾ പറഞ്ഞ് സംഭവിച്ചാൽ മാത്രമേ അയാൾ പട നയിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ പടയോട്ടം വേണ്ടെന്ന് വെക്കും. മിക്കവാറും ഇയാൾ പറയുന്ന കാര്യങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇയാൾ വിചാരിച്ച കണക്ക് കൃത്യമായിട്ട് അവർ പടയോട്ടം നടത്തി വിജയിതരായി, അവർ വിജയിച്ചവരായി മടങ്ങിയെത്തുകയും ചെയ്തു. അതങ്ങനെ വളരെ ഏറെ ഇയാളുടെ ആ ഒരു പ്രത്യേക രീതി മറ്റുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങി. വാസ്തവത്തിൽ എന്തായിരിക്കും ഇയാൾ പറയുന്നത് കിട്ടുന്നില്ല എന്നുള്ള. ഇയാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇയാളുടെ ഒരു വ്യക്തിപരമായ ഒരു ശേഖരണം പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഇയാൾ ടോസ് ഇടാണ്ട് ഉപയോഗിച്ച നാണയമുണ്ട്. ആ നാണയത്തിൻ്റെ പ്രത്യേകത രണ്ടിനും ഒരേ വശം തന്നെ, ഒന്നുകിൽ രണ്ട് തല അല്ലെങ്കിൽ രണ്ട് വാല. ചുരുക്കത്തിൽ ഈ നാണയം ഇടുന്ന വഴി അയാൾ ഈ മനുഷ്യരുടെ ധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും മോട്ടിവേറ്റ് ചെയ്യുക. വേണമെങ്കിൽ അന്ധവിശ്വാസം എന്ന് കരുതുന്നൊരു കാര്യം അതിൻ്റെ ഒരു പ്രായോഗിക അർത്ഥത്തിൽ പിന്നീടൊരു മോട്ടിവേഷൻ്റെ ഒരു ഘടകമായിട്ട് മാറിയെന്ന് പറയുന്നത് പോലെ ഒരു പ്രശ്നം എന്തെന്ന് നിശ്ചയിക്കാനായിട്ട് വിധത്തിൽ നമുക്ക് കൃത്യമായ ഏകകങ്ങളൊന്നുമില്ല. എന്താ അന്ധവിശ്വാസം, വിശ്വാസം എന്നൊക്കെ പറയാനായിട്ട്. പിന്നെ അതിനെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ള പ്രശ്നമുണ്ട്. ഒരു കാര്യം അശാസ്ത്രീയമാകുന്നതിന് പൊതുവെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് അന്ധവിശ്വാസം. ഒരു കാരണവും അതിനകത്ത് സംഭവിക്കുന്ന കാര്യകാരണങ്ങൾക്കിടയിൽ, കോസ് ആൻഡ് ഇഫക്റ്റുകൾക്കിടയിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു ബന്ധമില്ലെന്ന് തോന്നുന്ന ഏതൊരു കാര്യത്തിനകത്തൊരു ശാസ്ത്രമില്ലെന്നാണ് പറയുക. നമ്മളിടയ്ക്കിടയ്ക്ക് വേദോസിലൊക്കെ പറയുന്നൊരു കാര്യം നിശ്ചയമായിട്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലോ ആ ഒരു നമ്മളിപ്പോൾ പറയുന്ന ആ ഒരു സയൻറ്റിഫിക് ടെമ്പറിൻ്റെ പശ്ചാത്തലത്തിലൊന്നും അല്ലെങ്കിൽ പറയുമെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് യേശുവൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്തുകൊണ്ടെന്നാൽ. ഒരു കാര്യത്തെ
യുക്തിപരമായിട്ട് വിശദീകരിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ബേസാണ്. അപ്പം അത്ര ഒരു റാഷണാലിറ്റിയുടെ എലമെൻ്റ് ഇല്ലാത്ത, ശാസ്ത്രബോധത്തിൻ്റെ എലമെൻ്റ് ഇല്ലാത്ത എന്തിനകത്തും ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു സാധ്യത നിലനിൽപ്പുണ്ട്. നമുക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും ആ ഗുണം കൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു ചൂഷണം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിന് അന്ധവിശ്വാസമായിട്ട് തന്നെ ഗണിക്കേണ്ടതാണ്. അപ്പോൾ അതൊരു ടൂളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കാലത്ത് നമ്മുടെ ദേശത്തൊക്കെ ഒരു ശാസ്ത്രബോധം രൂപപ്പെടുത്താനായിട്ട് സഹായിച്ചൊരു സമൂഹം എന്ന് പറയുന്നത് ശാസ്ത്രായുധ പരിഷത്താണ്. ഇത്തിരി തമാശക്കാണ് നമ്മൾ പറയുന്നെങ്കിൽ പോലും ചെറിയ പ്രായത്തിലൊക്കെ നമ്മളത് ഇത്തിരി കളിയായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനകത്തും എന്തുകൊണ്ടെന്ന് ചോദിച്ചാനായിട്ട്. ചിലപ്പം പോലും ഒരു ഫലിതത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ രീതിയിലല്ല പറയുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട എന്തുകൊണ്ടെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞത്. എസ്പെഷ്യലി അതിൻ്റെ ചില അമരക്കാരെന്ന നിലയിൽ ശിവദാസൻ സാർ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ കുട്ടികളെന്ന നിലയിൽ ഞങ്ങളുടെ ശാസ്ത്രബോധത്തെ വളർത്തിയെടുത്ത ഒരാളാണ്. അത് ആവശ്യമുണ്ടായിരുന്നു ഈ സമൂഹത്തിന്. നമ്മൾ പൊതുവേ പറയുന്നത് ഈ ആധുനിക സമൂഹമാണ് മലയാളി എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. വസ്തുതയിൽ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അന്ധവിശ്വാസങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ പോലും മതത്തിൻ്റെ പരിസരത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമല്ല അന്ധവിശ്വാസം എന്ന് പറയുക. അതൊരു മലയാളി എന്നൊക്കെ നമ്മൾ ബ്രോഡായിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് ഒരാശയത്തിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അത് പത്രമാധ്യമങ്ങൾ പറയുന്ന ആ ഒരു ക്രൂരകൃത്യം വാസ്തവത്തിൽ അതിനകത്ത് ഒരു കൃത്യമായൊരു മതമോ മതത്തിൻ്റെ കാതലോ അതിൻ്റെ ആന്തരിക സത്തയോ അതിൻ്റെ പ്രബോധനങ്ങളായിട്ടോ അതിൻ്റെ ജ്ഞാനപാഠങ്ങളായിട്ടോ ഒരു ബന്ധമില്ല. ഒരു മതവും ഈ നരഹത്യയിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പഴയ നിയമത്തിലൊക്കെ ഇസ്ഹാക്കിൻ്റെ ബലിയുടെയൊക്കെ കഥ കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ വേദപുസ്തകമൊക്കെ വായിക്കേണ്ട മെറ്റഫറായിട്ടാണ്. അതെങ്ങോ നടന്നൊരു നരഹത്യയുടെ ചരിത്രമാണ് നിങ്ങൾ വേദപുസ്തകത്തിൽ തിരയുന്നെങ്കിൽ അതല്ല അതിൻ്റെ ടൂള്. വളരെ കൃത്യമായിട്ടൊരു സയൻറ്റിസ്റ്റ് പറയുന്ന കണക്ക് ആകാശങ്ങൾ എങ്ങനെ വർത്തിക്കുന്നു, ഹൗ ഡസ് ദ ഹെവൻ വർക്ക് എന്ന് പഠിപ്പിക്കാനല്ല ഹൗ ടു ഗോ ടു ഹെവൻ എന്ന് പറയുന്ന മോക്ഷത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു പഠിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് എല്ലാ പുണ്യഗ്രന്ഥങ്ങളും. അക്കാലത്തിൻ്റെ ശാസ്ത്രത്തെയോ ഹിസ്റ്ററിയോ ഒക്കെ രേഖപ്പെടുത്തുക എന്നുള്ളത് അതിൻ്റെ ധർമ്മമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു ഇസ്ഹാക്കിൻ്റെ ബലിയോടുകൂടി അത് ആ ഒരു മനുഷ്യനെ ബലി കഴിക്കുക എന്ന് പറഞ്ഞൊരു സങ്കല്പം ഇല്ലാതെയാവുകയാണ്. മനുഷ്യൻ്റെ രക്തത്തിന് ഒരു മൂല്യമുണ്ടെന്ന് ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും മനുഷ്യർ പറയുന്നുണ്ട്. ഒരു പക്ഷേ രാഷ്ട്രീയത്തിലാണ് അതൊരു പക്ഷേ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ അങ്ങനെ മനുഷ്യ ബലി കൊടുക്കുന്നതൊക്കെ എന്തുമാത്രം വലിയ ആദരവോടുകൂടിയും എന്തുമാത്രം വലിയ ഓർമ്മയൊക്കെ ആയിട്ടാണ് കൊണ്ടാടുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞെന്നാൽ ഒന്നിനൊന്നിനെ കുറ്റപ്പെടുത്താനാവാത്ത വിധത്തിൽ മനുഷ്യപരിണാമത്തിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള ഒരു പാളിച്ചയുടെയൊക്കെ ഒരു കാലമൊക്കെ ഉണ്ടാവാം വാസ്തവത്തിൽ. പക്ഷെ അതോടുകൂടി ഈ പറയുന്ന കുഞ്ഞിനെ ബലി കഴിക്കേണ്ട എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനുഷ്യഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മീതെയുള്ള തീർപ്പാണെന്നാണ് പറയുക. പിന്നെ സ്വാഭാവികമായിട്ട് കൽപ്പനകൾ വരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നൊരു വാക്ക് കൊല്ലരുതെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൊല്ലാമോ ഇല്ല എന്നുള്ള എക്സെപ്ഷൻസ് ഒന്നുമില്ല. അതിങ്ങനെ വളരെ ബോൾഡായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊല്ലരുത്. അപ്പോൾ യുദ്ധത്തിൽ കൊല്ലുന്നത് പോലും അതിന് കീഴിൽ വരുമെന്നൊക്കെയാണ് യുദ്ധത്തിനെതിരായിട്ട് എല്ലാ കാലങ്ങളും ചർച്ച ചെയ്യുകയും എല്ലാ കാലങ്ങളും നിലപാടെടുക്കുകയും അതിൻ്റെ പേരിൽ വലിയ വില കൊടുക്കുകയും ചെയ്ത് ഈ കമ്പാഷനേറ്റായ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധം എന്നൊരു പ്രത്യേക സാഹചര്യം കൊണ്ട് കൊല നീതീകരിക്കപ്പെടുമോ? അപ്പോൾ അത് വളരെ കാറ്റഗോറിക്കലായ സ്റ്റേറ്റ്മെൻറ്റാണ് കൊല. അപ്പോൾ സ്വാഭാവികമായിട്ടത് പറഞ്ഞു വരുന്നത് മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം പോലും അല്ലത്. അക്കാലത്തും സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അർപ്പിക്കുന്നതിൻ്റെ അടയാളമൊക്കെ ആയിട്ട് ഈ മൃഗബലിയുടെയൊക്കെ ഒരു ചരിത്രമുണ്ടായിരുന്നു. പക്ഷെ അതും ഏതെങ്കിലും ഒരു പരിഷ്കൃത മതം ആചരിക്കുകയോ നിലനിർത്തുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാളിഘട്ടൊക്കെ ഈ മൃഗബലിയുടെ പേരിൽ ഇങ്ങനെ അറിയപ്പെട്ടിരുന്ന ദേശമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇങ്ങനെ മദർതെരേസയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മദർതെരേസ ബേറ്റിഫൈഡ് ആകുന്ന ദിവസങ്ങളിൽ കൽക്കട്ടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ കാളിഘട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാളിഘട്ടിനടുത്തുള്ള ഒരിക്കൽ ഈ പറഞ്ഞ മൃഗബലി വരുന്ന ഒരിടം, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് കൂടെ വന്നൊരു വ്യക്തി വളരെ അപക്വമായിട്ട് ഇവിടെ മൃഗബലി നടന്നിരുന്നോ എന്ന ചോദ്യത്തിന് മുമ്പിൽ അയാൾ ക്ഷുഭിതനായത്.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കൈപ്പിഴ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറക്കാനായിട്ട് ശ്രമിക്കുന്ന വിധത്തിൽ ഒരു വിവേകവും എമ്പതിയും ഒക്കെ രൂപപ്പെട്ട ഒന്നിൻ്റെ പേരാ മതം എന്ന് പറയും. അപ്പോൾ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല. ഇനി ഈ ഒരു മൃഗബലിയുടെ കാര്യം പറയുകയാണെങ്കിൽ പെസഹായോടുകൂടി ആ പുതിയ നിയമത്തിൻ്റെ ആ പെസഹായോടുകൂടി അതും അങ്ങനെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് പതുക്കെ അങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് നൈവേദ്യമായിട്ട് കൊടുക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേതെങ്കിലും തരത്തിൽ നിങ്ങളെ ആ ചൈതന്യവുമായി ബന്ധപ്പെട്ട് നിർത്താനുള്ള ഒരു ജസ്റ്ററായിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകപ്പാടെ ചെയ്യാവുന്നൊരു കാര്യം ഒരു ഗോതമ്പപ്പവും ഒരു പാത്രം വീഞ്ഞും മതിയാവുന്നുള്ളതാണ് ഈ കുർബാന എന്ന് പറയുന്നത്. അത് യേശു ഉയർത്തുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ തൊട്ടടുത്തുള്ള ജെറുസലേം ദേവാലയത്തിൽ ഈ പറഞ്ഞ മൃഗബലിക്ക് വേണ്ടിയുള്ള ആടുകളുടെ പറ്റങ്ങൾ ഊഴം കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു മൃഗബലി പോലും ഇങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഇത് കണക്കുള്ള ക്രൂരകൃത്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് മതത്തിൻ്റെ പശ്ചാത്തലത്തിലേ അല്ല. അത് മനുഷ്യൻ്റെ ബോധത്തിൽ സംഭവിച്ച അപൂർവമായിട്ട് സംഭവിക്കുന്ന ചില അബറേഷൻസ്, ചില പാളിച്ചകളായിട്ട് മാത്രം എണ്ണേണ്ട ഒരു കാര്യത്തിന് മതമുത്തരം കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നൊരു ബാധ്യത ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് വഴുതി മാറുവാനുള്ള നമ്മുടെ ആ ഒരു എല്ലാ കാലത്തിനും സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മനുഷ്യന് എന്തുമാത്രം ഹീനതയിലേക്കും വഴുതി പോകാമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട്, ഭയപ്പെടുത്തുന്ന അടയാളമായിട്ട് വേണം ഇത്തരം ഇൻസിഡൻസിനൊക്കെ നമ്മൾ എടുക്കാനായിട്ട്. പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന അശാസ്ത്രീയം എന്ന് പറയുന്ന എല്ലാത്തിനകത്തും ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. വളരെയേറെ ആദരവോടി, വളരെയേറെ സ്നേഹത്തോടെ ഓർമ്മിക്കേണ്ടത് ആ ഒരു ശാസ്ത്രസാഹിത്യ പരിഷത്ത് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക മൂവ്മെൻറ്റാണ് വാസ്തവത്തിൽ. ഒരു സംഘടനയാണെന്ന് പോലും എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക കാലത്തിൻ്റെ മൂവ്മെൻറ്റായിരുന്നു. അവരുണ്ടാക്കിയെടുത്തൊരു ശാസ്ത്രബോധമുണ്ട്. കാരണം ആ ശാസ്ത്രബോധം ആവുന്ന വിധത്തിൽ അത്ര ആധുനികം അല്ലാത്തൊരു സമൂഹമാണ് നമ്മുടേത്. എന്നതാണ് ഇടയ്ക്ക് വെച്ചൊന്ന് പറഞ്ഞ് ഇത്തിരി ഒന്ന് വഴിമാറിപ്പോയത്. നമ്മുടെ ഒരു സമൂഹം, മലയാളി സമൂഹം അത്ര ആധുനികമാണോ? ആധുനിക സമൂഹവുമായി ബന്ധപ്പെട്ട് പറയുന്ന അടയാളങ്ങൾ, അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ്, അതിൻ്റെ ഒരു നമ്മൾ പറയുന്നൊരു സംഭവമുണ്ടല്ലോ, അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പരിഗണനകൾ, ആ പരിഗണനകൾ പാലിക്കുന്നൊരു സമൂഹമായിട്ട് നിശ്ചയമായിട്ടും നമ്മളെ തന്നെ പരിഗണിച്ചുകൂടാ. ഞാൻ വിചാരിക്കുന്ന ഇത്തരം അനുഭവങ്ങൾ വാസ്തവത്തിൽ ഒരു കുമ്പസാരത്തിനാണ് നമ്മുടെ സമൂഹത്തെ പ്രേരിപ്പിക്കേണ്ടത്. ഒരു കൺഫെഷൻ എന്താ കുഴപ്പം? പോയട്രിയിലൊക്കെ ഈ കൺഫെഷണൽ പോയട്രി ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഹുങ്കിന് മീതെ ഉണ്ടാകുന്ന ഒരു ഏറ്റുപറച്ചിലുള്ള നേരമായിട്ടും ഒരു ഇൻട്രോസ്പെക്ഷനുള്ള നേരമായിട്ടും ഇത്തരം വേദികൾ മാറ്റാൻ പറ്റുമെങ്കിൽ വളരെ ഭംഗിയുള്ള കാര്യമാണ്. ഈ പറഞ്ഞ കണക്ക് ആധുനിക സമൂഹം എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണയാണ് വാസ്തവത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ഓർത്തു കഴിഞ്ഞാൽ ശരിയാണ്. ഒരു ആധുനിക സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഇൻക്ലൂസീവ്നെസ്സാണ്. അസൽ അത്തരമൊരു ഇൻക്ലൂസീവ്നെസ് ഇനിയും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണ് നമ്മുടേത്. ഒരു പേരിനെങ്കിലും നാമമാത്രമായിട്ട് പ്രതീകാത്മകമായിട്ട് മനുഷ്യരൊരുമിച്ച് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ട് 150 വർഷമേ ആവുന്നുള്ളൂ. അതായിരുന്നല്ലോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പന്തിഭോജനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ 150 വർഷമായി ആകുന്നുള്ളൂ പല തട്ടുകളിലുള്ള മനുഷ്യർ, പല ഗോത്രങ്ങളിലുള്ള മനുഷ്യർ, പല എന്ത് ചെയ്യുന്നു ക്ലാനോ ഈ പറയുന്ന കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹങ്ങളിലെ മനുഷ്യർ ഒരുമിച്ച് ഭക്ഷിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത്രയും പാരമ്പര്യമൊന്നും പറയാനാവാത്ത വിധത്തിൽ നിശ്ചയമായിട്ടും ഇനിയും ബേബി സ്റ്റെപ്സ് നടത്തുന്ന, ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, മുടന്ന് നടക്കുന്നൊരു സമൂഹം തന്നെയാണ് നമ്മുടേത്. അതിൻ്റെ വിശാലത എന്ന് പറയുന്ന സങ്കല്പം, അതിനെ മനുഷ്യരെ സ്വീകരിക്കാൻ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യം എന്നുള്ളതൊക്കെ വളരെയേറെ ചിഹ്നമായിട്ട് മാറുന്നുണ്ട്. ആരോ പറയുന്ന കണക്ക് ഇതിൻ്റെ ഒരു പരിഹാസം തന്നെ എടുക്കുക. എന്തൊരു പരിഹാസമാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന മനുഷ്യർ പോലും തങ്ങളുടെ സംഭാഷണങ്ങളിലൊക്കെ വെച്ച് പുലർത്തുന്നത്. ഈ പരിഹാസമൊന്നും ഒരു ആധുനിക സമൂഹത്തിൻ്റെ അടയാളമല്ല. പരിഹാസം എന്ന് പറയുന്നത് തന്നെ അസഹിഷ്ണുതയിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന, നിങ്ങളുടെ സ്വയം മേന്മയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പുച്ഛം എന്ന് പറയുന്ന സംഭവം തന്നെ ഈ പരിഹാസം എന്ന് പറയുക. മനുഷ്യർ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും പരിഹസിക്കുന്നത്? ചുരുക്കത്തിൽ ആധുനിക സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായിട്ടുള്ള ഒരു രാഷ്ട്രബോധം ഇവിടെ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമല്ല, ഒരു നമ്മൾ ഈ പറയുന്ന കക്ഷ്യാഷ്ട്രീയമല്ല, വേറൊരു സംഭവമുണ്ട്. ഒരു രാഷ്ട്രീയം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു തലമുണ്ട്. ഇതിനകത്തും ഒരു രാഷ്ട്രീയമുണ്ട്.
യേശുവൊക്കെ തൻ്റെ കാലത്ത് കൃത്യമായിട്ട് അതിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. തൻ്റെ കാണാനായിട്ട് അക്കാലത്തെ രാജാവ് ആളെ വിടുമ്പോൾ എന്തിന് കാണണമെന്ന് ചോദിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ എന്തിന് കാണണം? ഒന്നിനകത്തും കാര്യമായ മാറ്റം വരുത്താത്ത, ഒരു തരത്തിലും തൻ്റെ അഭിരുചികൾക്ക് പുറത്ത് കടക്കാൻ താല്പര്യമില്ലാത്ത, മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് പാരസൈറ്റ് കണക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ താൻ എന്തിനു പോയി കാണണം? ആ മനുഷ്യൻ ഈ തന്നെ കാണുന്ന വഴിയായിട്ടുണ്ടാക്കാൻ പോകുന്ന വ്യതിയാനം മനുഷ്യരുടെ സങ്കല്പങ്ങളിൽ അയാൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ ചിത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഉള്ളതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആ കുറുക്കനെ ഞാൻ എന്തിനു കാണണം. ഈ പറഞ്ഞൊരു സംഭവമാണ് ഈ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന സംഭവം. ഓരോ കാര്യത്തിൻ്റെയും അതിൻ്റെ മീതെയുള്ള കാര്യങ്ങളല്ല, അതിൻ്റെ കാതൽ എന്തെന്ന് കണ്ടെത്തി മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വിവേകം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്. വലിയ സമ്മേളനങ്ങളിൽ പോലും, ഇപ്പോൾ ഒരു നിയമസഭയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേശവുമായി ബന്ധപ്പെട്ട കാതലുള്ള വിഷയങ്ങളല്ല. ഒരാളൊരു കാര്യത്തിന് മീതെ ഒരു ശുപാർശക്കത്ത് നൽകിയെന്ന് ഒരാൾക്കെതിരായിട്ട് പരാതി പറയുമ്പോൾ അയാളുടെ മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികൾ എഴുതിയ 10 കത്തുകൾ ഉയർത്തിക്കാട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ അഡ്രസ്സ് ചെയ്യുന്നത് ഈ ബന്ധുത്വം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് കൊടുക്കുന്ന ഒരു മേൽക്കോയ്മയല്ല, ഒരു ബന്ധുത്വം എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് അതൊരു പരസ്പരമുള്ള ആരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ വഴുതി പോവുക. അപ്പോൾ ആ ഒരു എപ്പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു പ്രതലത്തിനകത്തുനിന്ന് എന്തുതരം അന്ധവിശ്വാസങ്ങളും കയറ്റി ചെയ്യപ്പെടും. ചുരുക്കത്തിൽ കാര്യങ്ങളൊന്ന് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിൻ്റെ ഒരു അശാസ്ത്രീയത, വളരെ റാഷണലായിട്ടുള്ള സംഭവമാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്തിനകത്ത് റാഷണാലിറ്റി ഉണ്ട്. ഫെയ്ത്ത് മൈനസ് റാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വിളിക്കുന്ന വാക്കാണ് സൂപ്പർസ്റ്റിഷൻ. ഏതൊരു കാര്യത്തിനകത്തുനിന്നും മനുഷ്യൻ്റെ അടിസ്ഥാന യുക്തിബോധത്തിന് നിരക്കാത്തൊരു കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്തുനിന്ന് പുറകോട്ട് നടക്കുകയോ വഴിമാറി നടക്കുകയോ ചെയ്യേണ്ട ഒരടിസ്ഥാന ഒരു യുക്തിഭദ്രതയില്ലാത്ത ഒരു സംഭവത്തിനകത്തുനിന്ന് എപ്പോഴും സൂപ്പർസ്റ്റിഷൻസ് ഉണ്ടാകും. പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട മനുഷ്യരത് പറയുന്നില്ലെങ്കിലും അതിൻ്റെ പരിസരങ്ങളിൽ നിന്നൊക്കെ അതിനുള്ള നാമ്പുകൾ സംഭവിക്കുന്നുണ്ടെന്നുള്ള ഭയം കൂടി പുലർത്തിയാന്നല്ല. പിന്നെ ഇതിനകത്ത് ഒരു പറഞ്ഞ രാഷ്ട്രീയമുണ്ടോ, ഒരു കാതലായ പ്രശ്നമാണോ അത് അഭിമുഖീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്? പിന്നെ നിശ്ചയമായിട്ട് അതിനകത്ത് അധാർമികതയുണ്ട്, നോൺ എത്തിക്കൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ പറയുന്ന 3 കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ അന്ധവിശ്വാസത്തിലുള്ള പാത വളരെ വലിയ ബ്രോഡായൊരു പാതയായിട്ട് മാറുന്നത്. അതെല്ലായിടത്തും ഉണ്ട്. ഈ പറയുന്ന അയുക്തിയുടെ, ഈ പറയുന്ന അധാർമികതയുടെ, ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചേരുവയിൽ നിന്നാണ് എല്ലാ അന്ധവിശ്വാസങ്ങളും രൂപപ്പെടുക. അപ്പോൾ അതിനെയൊക്കെ മൊനയെ മൂർപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം, പ്രകാശത്തിലേക്കുള്ള മാർഗം. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ പോലും ഞാൻ യേശുവിനെ വായിക്കുന്നുണ്ട്. ചിലപ്പോൾ ഓർക്കാറുണ്ട്, എല്ലാത്തിനകത്തും ഇങ്ങനെ യേശുവിനെ വായിച്ച് ചില കാര്യങ്ങളുടെ വെളിച്ചം കണ്ടെത്തേണ്ട ബാധ്യതയുണ്ടോ? അത് നിശ്ചയമായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കാരണം ഇങ്ങനെ ഏതൊരു കാലത്തിലേക്കും ഉള്ള ഒരു ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന കാര്യങ്ങളുടെ മുഴുവൻ മാനദണ്ഡങ്ങൾ നിലനിർത്തിയിരുന്ന ഒരാളുടെ പേരാണ് നസ്രത്തിൽ യേശു. ഒരു കൃത്യമായ ആധുനിക മനുഷ്യൻ, എന്തൊരു യുക്തിബോധവും എന്തൊരു ധാർമ്മികതയും എന്ത് കൃത്യമായൊരു നീതിബോധവും രാഷ്ട്രീയബോധവും ഒക്കെ പുലർത്തുന്ന ആളുടെ പേരാണ് യേശു. അത് ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത് ഇങ്ങനെ യേശുവിൻ്റെ പ്രലോഭന കഥയിലാണ്. അതിനങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമല്ലോ. നമ്മളീ പറയുന്ന കണക്ക് ഈ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു എന്നൊക്കെ പറയുന്ന കണക്ക് ഏത് രീതിയിലും ഒരാൾക്ക് വ്യാഖ്യാനിക്കാവുന്ന, അയാൾ എത്തിയിരിക്കുന്നൊരു ക്രൈസിസ് പോയിന്റിൽ വ്യാഖ്യാനിക്കുന്ന ഒരാളുടെ പേരാണ് നസ്രത്തിൽ യേശു. അപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന ഈ ഒരു വിചാരത്തിനകത്ത് പോലും യേശുവിനെ ഒരു റെഫറൻസായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. എന്തായിരുന്നു യേശുവിൻ്റെ പ്രലോഭനം? ഒന്നിങ്ങനെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണോ വേണ്ടെന്നുള്ള അതിനകത്തൊരു കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അധാർമികതയുണ്ട്. കല്ലപ്പമാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കോടി സംവത്സരങ്ങൾ ആവശ്യമുള്ള, ഒരുപക്ഷെ ഇത്തിരി ഓവർട്യൂണ്ടാണ്, സഹസ്രാബ്ദങ്ങൾ ആവശ്യമുള്ള ഒരു ഘടകത്തിൻ്റെ പേരാണ് ഈ പറയുന്ന ഈ കല്ലപ്പമാകുക എന്ന് പറയുന്നത്. കല്ല് പൊടിഞ്ഞ് ഓരോരോ പ്രക്രിയയിലൂടെ വയലായിട്ട് മാറുന്നു, വയലിനകത്തുനിന്ന് ഇങ്ങനെ മുള പൊട്ടുന്നു എന്നൊക്കെ പറയുന്നൊരു പ്രോസസ്സുണ്ട്. ആ ലോങ് പ്രോസസ്സ് ഇങ്ങനെ കട്ട് ഷോട്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ റാദർ ഷോർട്ട് കട്ട് ഉണ്ടാക്കാനായിട്ടാണ് പറയുന്നത്. അതിനകത്തൊരു അധാർമിക പ്രശ്നമുണ്ട്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അധാർമികം. എല്ലാത്തിനും അപ്പോൾ ചില കാര്യങ്ങളുടെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. സ്വാഭാവികമായിട്ട് അതിന് മനുഷ്യൻ എന്ത് കുറുക്ക് വഴിയും തേടും. 2, ഈ പറഞ്ഞ കണക്കൊരു അശാസ്ത്രീയത പ്രശ്നമുണ്ട്. സിമ്പിളായൊരു ശാസ്ത്രബോധത്തിൻ്റെ പ്രശ്നം, മുകളിൽ നിന്ന് താഴോട്ട് ചാടുക, ദൈവം കാക്കുമെന്ന് പറയുന്നത്. യേശു അതിനെ ചിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്.
അത്തരം കാര്യങ്ങൾ കൊണ്ട്, അശാസ്ത്രീയത കൊണ്ട് വെല്ലുവിളിക്കേണ്ടതാണോ ദൈവത്തിൻ്റെ അസ്തിത്വം? മൂന്നാമതായിട്ട് ഇങ്ങനെ സ്വത്ത് കാണിച്ചിട്ട് പറയുകയാണ്, ഇതെല്ലാം തരാം, പക്ഷെ നീ എന്നെ വണങ്ങുക. ഒരു അധാർമികതയ്ക്ക് വിധേയപ്പെടുകയാണെങ്കിൽ ലഭ്യമാകാൻ പോകുന്ന ഒരു ഐശ്വര്യം അല്ലെങ്കിൽ അരാഷ്ട്രീയമാണത് വാസ്തവത്തിൽ. ഈ പറഞ്ഞതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഈ ക്ലോസ്റ്റേറ്റ് കമ്പാർട്ട്മെൻ്റൊന്നുമല്ല. ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഈ 3 സൂചനകൾ കിടപ്പുണ്ട്. ഈ അശാസ്ത്രീയതയുടെയും, നമ്മളീ പറഞ്ഞ പദങ്ങൾ ആവർത്തിക്കുന്നതിനകത്ത് പൊറുക്കുക, ഈ അരാഷ്ട്രീയത്തിൻ്റെയും ഈ അധാർമികയുടെയും ഒക്കെ ഒരു പ്രലോഭനത്തെയാണ് യേശു അഭിമുഖീകരിച്ച് അതിനെ തള്ളിപ്പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത്. എന്നിട്ടും നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, പ്രലോഭകൻ പിന്നീടും അവനെ തേടി വരും. ആ ഭാഗം ഇങ്ങനെ അവസാനിക്കുന്നത്, തൽക്കാലത്തേക്ക് അവനെ വിട്ടിട്ട് പോയി. അപ്പോൾ കുറച്ചുകൂടി ബുദ്ധിക്ക് കൂർമ്മതയും കുറച്ചുകൂടി ഈ പറഞ്ഞ ധർമ്മബോധവും കുറച്ചുകൂടി നീതിബോധവും ഒക്കെ ഉള്ള കാലത്ത് നമ്മൾ തള്ളിപ്പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി ബലഹീനമാകുന്ന കാലത്ത് നമ്മളെ തേടി വരും. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ജാഗ്രത. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.